കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും രേണു സുധിയെ കാണുന്നത്. രേണു സുധിയെ നമ്മൾ കാണുന്നത്. അങ്ങനെ ബിഗ് ബോസ് താരങ്ങളൊക്കെ ക്രിക്കറ്റ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ രേണു സുധി അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ചേച്ചിയുടെ കുറ്റിയും തെറിച്ച് സച്ചിൻ പോലും ഇതുപോലെ പോയിട്ടില്ല. എന്താ കയ്യടിയാ നോക്ക്. പോകൊക്കെ കണ്ടോ? എന്തുവാ സ്മൃതി മന്ദാന, എനിക്ക് വയ്യ. ഓക്കെ, എന്നാലും നമുക്ക് രേണുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് കേട്ടിട്ട് പോകാം. നമ്മുടെ കരീഷ്മയെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക. ലൈക്ക് എന്തായാലും ഒന്ന് കൊടുത്ത് ഒന്ന് ഹൈപ്പ് ഒന്ന് കൊടുത്ത് വിട്ടേരെ. ഓക്കെ, രേണുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുറച്ച് ദിവസം കൊണ്ട് ഡാനിക്ക് എന്താ പറയണ്ടേ, സംസാരത്തിൽ ഭയങ്കര എന്താ പറയാ, നല്ല പിള്ള ചെമ്മയാന്നൊക്കെയുള്ള രീതിയിൽ കുറെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത്, ജിമ്മിൽ പോകരുത്, മരുന്ന് കഴിച്ച് വീട്ടിലിരിക്കണം. അതൊക്കെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഓവറായിട്ട് സംസാരിക്കരുത്. ഞാൻ വന്ന അന്ന് തന്നെ ഈ തലയും വെച്ചുകൊണ്ടിരുന്ന് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ട് ഇവിടെ. ചൊറിച്ചിലല്ല, ഇങ്ങനെ ചൊറിയുന്നതാണ്. അങ്ങനെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങി പോയതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആണത്വമൊന്നും വിട്ട് കളിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കുറേ എണ്ണം വന്നിട്ട് കമന്റ് ബോക്സിൽ കിടന്നങ്ങ് മെഴുകുന്നുണ്ട്. നിനക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ വന്ന് എൻ്റെ ID മെസ്സേജ് അയക്കി. കുറേ എണ്ണം കിടന്നങ്ങ് മെഴുകുന്നുണ്ടല്ലോ, അയക്കും, ഞാൻ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ തരാം. പിന്നെ ഒരുത്തം പള്ളിപ്പാടുള്ള ഒരു കളവൻ കിടന്നിട്ട് സ്ഥിരം ഇങ്ങനെ കമന്റ് ഇടുന്നൊക്കെയുണ്ട്. ഇപ്പം ഗ്ലാമിയുടെ ചെയ്താൽ അത് കുറ്റം, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്താൽ നീ രേണുവിനെ വിട്ടോ, എന്തുകൊണ്ട് രേണുവിനെ ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കുറേ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. പിന്നെ ചില ആൾക്കാർ കമന്റ് ഇടും, അടുത്ത കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് തോന്നിവാസങ്ങൾ കാണിച്ച് ഇവരെയൊക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുറേ നാറികളുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവരെ ഇതുപോലുള്ള ഇവരെന്തെങ്കിലും പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ട് വെക്കുമ്പോൾ അതും കണ്ട് വിശ്വസിച്ച് അതൊക്കെ ഏറ്റുമാടിച്ച് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടെന്നും പറഞ്ഞിട്ട് നാളെ നമ്മുടെ അടുത്തോട്ടാണ് നീയൊക്കെ വരുന്നത്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഒരുപാട് കേസ് കേട്ടിട്ടുണ്ട്, പറയുകയാണെങ്കിൽ ഇരുന്ന് പറയാൻ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു ഫണ്ണായിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് അങ്ങ് പോകാം. അപ്പോൾ ചാനൽ സഭ്യതവരൊക്കെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക. അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറേ നാൾക്ക് ശേഷമാണ് രേണു സുധി പുറത്ത് വരുന്നത്. ഈ അറിയാലോ, സ്വർണ്ണക്കടത്ത് വിഷയങ്ങളും മറ്റേ കടത്ത് മറിച്ചക്കടത്ത് എല്ലാ വിഷയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ രേണു സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ചേച്ചി വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. കരീഷ്മയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു സാധനത്തിന്റെ കാര്യത്തിലോട്ട് കൂടുതൽ ഇടപെടാനൊന്നും പോയിട്ടില്ല. കാരണം കുറെ വോയിസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ബീബിയുടെ ചാനലിൽ വരുന്നുണ്ടായിരുന്നു. എല്ലാ വോയിസും കാര്യങ്ങളൊന്നും ഞാൻ അത്ര വിശ്വസിക്കാനോ കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. കാരണം പണ്ട് മുതലേ അവർക്കെതിരെ അവരെന്തൊരു വീഡിയോ ചെയ്താലാണെങ്കിൽ പോലും ഇതുപോലുള്ള കുറേ വോയിസുകളും കാര്യങ്ങളൊക്കെ വരാറുള്ള. പക്ഷേ എന്താ പറയണ്ടേ, നിയമത്തിന് വേണ്ടി പോകുന്നു, അത് ഇവിടെ വീഴ്ത്തുന്നു, ഒതുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ല. കുറെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ഞാനായിട്ടൊന്നും കാണാനൊന്നും പോയിട്ടൊന്നുമില്ല. ഓക്കെ, എനിവേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ചളവാക്കി കുളവാക്കാൻ വേണ്ടി നമ്മളില്ല. പിന്നെ പറയുമ്പോൾ ഒരു സ്ത്രീയാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് വകുപ്പ് ഏതൊക്കെ രീതി വെച്ച് കൊടുക്കാൻ, ഇവർക്ക് ഏതൊക്കെ രീതി കേസ് വിടാനൊക്കെ നല്ല രീതി അറിയുന്ന ടീമുകളുണ്ട് ഇവരുടെ കൂടെ. അപ്പോൾ പിന്നെ ഒരു പെണ്ണായിട്ടുള്ള ഒരുത്തി വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ, ചിലപ്പം ഇത് തലയ്ക്ക് മൂളയുള്ളവർക്ക് മനസ്സിലാവാം കാര്യം എന്താന്ന്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം. പിന്നെ ഈ കടന്നൽ പോലിരിക്കുന്ന ബോഡി ഷേമിങ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇവളെ ഔട്ടാക്കിയാനാണോ ഇത്ര വാവു 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 എന്നൊക്കെ കിടന്ന് പറയേണ്ട ആവശ്യമുണ്ട്? ഇതൊരു ഏതവനാടാ കമന്ററി. ഈ കരീഷ്മയെ കുറിച്ചാണ് എല്ലാ ഇടപാടുകളും കാര്യത്തിനൊക്കെ വേണ്ടി രേണുവിനെ ഇത് ചെയ്യുന്നത് മറ്റേ എന്ന് മറിച്ച് ചെയ്യുന്നതൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്യുന്നത്. അവർ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യത്തിലും വന്നിട്ടില്ല, ആരുടെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല, പെരുമാറിയിട്ടും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ചാനലിൽ കൂടെ ഞാൻ സെർച്ച് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിലും അങ്ങനെ ചർച്ച ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. കാരണം രേണുവിന്റെ വിഷയങ്ങൾ കൂടുതലും അന്ന് സോഷ്യൽ മീഡിയ കത്തിയിരുന്ന സമയത്ത് അതിലും എനിക്കുമായിരുന്നു കൂടുതൽ ആൾക്കാർ വന്ന് വ്യൂവും കാര്യങ്ങളും എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തത്. ആ സമയത്ത് ഒന്നും ഈ കരീഷ്മയെ കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ മാനേജറാന്ന് ഒരു കരീഷ്മ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് സോഷ്യൽ മീഡിയ വരാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ ചരിത്രം ബുക്കുന്നു, അവർ 2 കെട്ടി 3 കെട്ടി, അവർക്ക് എന്തൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രേണു സുധി വിഷയത്തിലാണെങ്കിൽ പോലും രേണുവിന്റെ ഡബിളും ത്രിബിളും മീനിങ് ഒക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനെക്കുറിച്ച് ഒരു യൂട്യൂബർ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോലീസ് അതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷഫീന ബീബിയുടെ അടുത്ത സുഹൃത്താണ് ഈ പറഞ്ഞ യൂട്യൂബർ. ഈ പുള്ളിക്കാരനാണ് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. ഈ സ്വർണ്ണക്കടത്തും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചെയ്തില്ല? നിങ്ങൾ ആ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ അങ്ങ് കയറ്റി കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ആരും ചെയ്തിട്ടില്ല. എല്ലാവരും ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇവരാരും ഇതിനെക്കുറിച്ച് കേസ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
നമ്മൾ പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു സംഭവം ഇവിടുത്തെ എയർപോർട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ യൂട്യൂബേഴ്സ് എന്തെടുത്ത് 3-4 പേര് ഈ പറയുന്ന കൂട്ടി ഷഫീന ബീബിയുടെ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളോ ആണെന്ന് വെച്ചിട്ട് ആ ലിങ്കും അതും ഇതൊക്കെ കുറച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പോലീസ് വിളിച്ചിട്ടില്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. കാരണം അതുപോലെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വിഷയം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി എന്തുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് കാര്യം മൂവ് ചെയ്യും. അതിനുള്ള അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ നമുക്കായിട്ടുണ്ട്. അതുകൊണ്ടുള്ള കോൺഫിഡൻസോടെ തന്നെയാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഈ കരീഷ്മ എന്ന് പറഞ്ഞ ആരും ഇന്ന പോലെ സ്വർണ്ണക്കടത്തി ബന്ധമുണ്ടോ, രേണുസുതി ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ, ഞാൻ തിരക്കി വെച്ച് നോക്കുമ്പോൾ ഇവളെ 100 കുറ്റം പറഞ്ഞ ആൾക്കാർ പോലും ഈ കാര്യത്തിൽ ഇവള് മൊണ്ണയാന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്ത് അതിനുള്ള തഴമ്പ് പോലുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ പറിച്ചു വിടുന്നതെന്ന് ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ അവിടെ പോയി നിൽക്കുന്നതിൻ്റെ കഥകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. സ്വർണ്ണക്കടത്ത് സംബന്ധമായിട്ട് ഒരു കാര്യത്തിലും ഈ പറഞ്ഞ രേണുവിൽ ഒരു പങ്കുമില്ല. അത് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലാതെ ചുമ്മാ ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസും മറ്റേ ഓഫീസും മറിച്ച ഓഫീസും എൻ്റെ പൊന്നും മോളെ 10 വർഷം ഇവിടെ പിണറായി സർക്കാരാണ് ഭരിച്ചത്. ഇനി അതൊക്കെ മാറും. സീരിയസ്ലി ഞാൻ പറയാമല്ലോ, ഞാൻ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കും നിങ്ങൾക്ക്. കാരണം ഞാൻ അതുപോലെ അന്വേഷിച്ചിട്ട് ഞാൻ ഇത്ര കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഞാനിതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലായിട്ട് അങ്ങ് കയറ്റിവിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 വർഷം ഇവിടെ ഭരിച്ചത് പിണറായി സർക്കാരാണ്. അപ്പോൾ അവരുടെയും കൂടെ അനുവാദം ഉണ്ടായിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എയർപോർട്ടിലൊക്കെ ചുമ്മാതെ വന്നിട്ട് ഓരോ വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ ബാക്കിയുള്ളവർ മണ്ടരാന്ന് വിചാരിക്കില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കാൻ പോവല്ലേ. എന്തായാലും ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പാർട്ടിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇനി ഒരു കാര്യം, അതുപോലെ തന്നെ രേണുസുതി എയർപോർട്ടിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ അതുപോലുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന രീതിയിൽ നമുക്കാക്കാം. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ ആക്കിത്തരാം. ചുമ്മാ വന്നിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ടീംസിൻ്റെ ഒക്കെ വോയിസ് കൊണ്ടുവന്നിട്ട് അവൾ പറയുന്ന ചേച്ചി അവിടെ മാർക്കറ്റിംഗ് ഇടിയണം, അവിടെ കോപ്പ് ഇടിയണം, ഞങ്ങൾ ഇത്ര നാൾ ഇതുകൊണ്ട് ഇങ്ങനെ ഉണച്ചു കുത്തിയിരിക്കുന്ന എന്താ പറയാ, എനിക്കൊന്ന് തുള്ളി വരും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്ര ഇതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവർ തെറ്റുകാരിയാണ്. പല കാര്യങ്ങളും പല രീതിയിലാണെങ്കിൽ പോലും സുധിയുടെ പേരും പറഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ വലിച്ചു കയറിയിട്ടുണ്ട്. എന്ന് വെച്ച് എല്ലാ കാര്യം കൂടെ അവിടെ തലയിടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാ കാര്യങ്ങളും എടുത്ത് ഇത് മനഃപൂർവ്വം ഇടുവാണ്. ചില കാര്യങ്ങൾ മനഃപൂർവ്വം കൊണ്ടിടുവാണ്. സീരിയസ്ലി. എന്നിട്ട് ആ ബിബിന്റെ കേസ് കേട്ട ഡയറക്ടർ ഭൂലോക ഊടായ്പ. ഇവള് ഊടായ്പാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ ഊടായ്പാണെങ്കിൽ അവനെയും രംഗത്ത് കൊണ്ടുവരണം. ഇതുപോലുള്ള ഊട്ടായ്പകളെയും കൂടെ കൊണ്ടുവരണം. പക്ഷെ നിങ്ങൾ ജനങ്ങൾ എന്താ ഇവരോടുള്ള വെറുപ്പ് കാരണം ആ നാറിക്ക് നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുന്ന പോലെ. എന്നിട്ട് അവനിപ്പോൾ ചെയ്യുന്നത് ഇവിടെയും കൂടെ ക്ലിപ്പ് ഒക്കെ എടുത്ത് വെച്ച് ഇൻസ്റ്റയിൽ അങ്ങ് വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരും, പുതിയ നായിക വരും, അവൻ അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അത് അങ്ങനെ ഒരു മാറി. അതുപോലെ വേറെ കുറേ കേസ് കേട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്, എന്നെ അബദ്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഈ യൂട്യൂബർമാർ പറയുന്ന എല്ലാം അഡിക്റ്റ് ആയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയുന്നേ ശരി എന്നും പറഞ്ഞിട്ട് ഈ ഫാമിലി വ്ലോഗ് കാണുമ്പോൾ അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന കുറേ മണ്ടറായിട്ടുള്ള ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ടുണ്ട് നല്ല രീതി ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കുമ്പോൾ നല്ല പെയിനുണ്ട്, സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്ത് നാദല്ല കളരി. ഒരു ഡേറ്റ് ഉണ്ട്. ആ ദിവസമായിരിക്കും മുഖ്യമന്ത്രി ആരാവും എന്താവും എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനാണ് സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ. അതങ്ങ് വഴി അങ്ങ് നടന്നോളും. കോൺഗ്രസിൽ മാത്രമല്ല നമ്മളെ തമ്മിലടിയും കാര്യങ്ങളുള്ളത് കമ്മ്യൂണിസ്റ്റിലില്ലേ. ഇപ്പൊ വേണ്ട പാലക്കാട് 40 പേരാണ് ഈ പറഞ്ഞ പാർട്ടി മാറാൻ വേണ്ടി ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2000 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ VD സതീശൻ ആണെങ്കിൽ പോലും ഈ അച്യുതാനന്ദനാണെങ്കിൽ പോലും ആ സമയത്ത് നാട്ടുകാർ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രേണുസുതിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും മാങ്ങാത്തോലി അറിയാവോ? നോക്ക് ഇല്ല. അരിയും മണിയും അറിയാതെ വന്നിട്ട് ഇതുപോലെ കൊണയടിച്ചിട്ട് കാര്യമില്ല. ദിയാസന കൊള്ളാലോ. പുള്ളിയെല്ലാം ട്രെയിനിങ് കൊടുത്ത് വിട്ടുക. എന്തായാലും
ചേച്ചിയുടെ മനസ്സിൽ വലിയ സീക്രട്ട് പറയുന്നുണ്ട് സ്റ്റേജ് വൈദ്യുതി കേട്ടോ. ഞാൻ വളരെ വലിയൊരു സീക്രട്ട് പാട്ട് പാടുന്നത് ആർക്കും എൻ്റെ പൊന്നുമോളെ, ആ പാട്ടിനോടൊരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ സ്നേഹിച്ച ഒരു പെൺകുട്ടി ആ പാട്ട് പണ്ട് നല്ല രീതിയിൽ പാടുമായിരുന്നു. പണ്ട് പണ്ട് പണ്ട്. ഇപ്പം എനിക്ക് ആ പാട്ടോട് തന്നെ വെറുപ്പാണ്. സീരിയസ്ലി. ഇവിടെ വസീകര നന്നായി. അതുകൊണ്ട് അവർക്കൊരു മെച്ചവും പുച്ഛവും. അത് പിന്നെ കണ്ടന്റിന് വേണ്ടിയായിരിക്കും. സുഖത്തിൽ ഒരു കണ്ടന്റ് ഇട്ടിട്ട് അതിനകത്ത് ഒരു പരസ്യം കൊടുക്കുക, പുള്ളിക്ക് റീച്ച് ഉണ്ടാക്കുക, അതിന് വേണ്ടി മാത്രം ഇങ്ങനെ കൂടി നടക്കുന്ന ഒരു സാധനമാണ് അത്. ദൈവമേ, അതൊന്നും കാണാതിരിക്കട്ടെ. ഇനി ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഇവരുടെ കുറെ നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതല്ല. ചിലപ്പോൾ രാവിലെ ക്രിക്കറ്റ് കളി, വൈകിട്ട് പാർട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരിക്കാം. ഗംഭീര പ്രകടനം കാഴ്ചവെച്ച അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തത് ഓ, വിഷ്ണു ഉണ്ണികൃഷ്ണനാണല്ലോ. ഇനി എന്തോ വേണം. ഓക്കെ, ഇനി അഭിലാഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാരാവേ. രേണുസുതി കേൾക്കുവാണെങ്കിൽ രേണുസുതി കമന്റ് ഇട്ട അഭിലാഷാടായ ഈ താടി മുടിയും വിട്ടു, അല്ലെങ്കിൽ വിട്ടില്ല. രേണുസുതി ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ട അഭിലാഷാടാൻ ഈ താടി മുടിയും വിട്ടു. കമന്റ് ഇടുന്നവരെ ഈ താടി മുടി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് രേണുസുതി വന്നൊരു കമന്റ് തന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ അഭിലാഷാടാൻ ഈ താടി മുടി ജീവിതത്തിൽ വിട്ടില്ല. പുള്ളി പോയി കമന്റ്, രേണു പോയി കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഇന്ന് രേണു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, കാണാം. എന്തായാലും പുള്ളിക്കാരി പോയി കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പിന്നെ സരിക വന്നല്ലോ. ചെയ്തല്ലേ പറ്റൂ. ചെയ്യുന്നുണ്ട്, അറിയാം. ചേച്ചിയുടെ വിക്കറ്റ് പോകുന്ന കണ്ടോ? ഒറ്റി പോയി. പോരാ, കളി അങ്ങോട്ട് പോരാ. എല്ലാം ഒന്ന് സെറ്റ് ആവണം. രേണു പ്രാക്ടീസ് ചെയ്യണം. അവിടെ പറമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങണം. അങ്ങോട്ട് ക്രിക്കറ്റ് കളിക്കാൻ അടുത്ത കപ്പ് മേടിച്ചു കൊടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. കുറെ എണ്ണം വന്നിട്ട് അങ്ങ് മെഴുകുന്നുണ്ടായിരുന്നു. വന്നിട്ടും എടാ, ഇവർ തെറ്റിയതാ. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിനൊരു മടി, ഒരു നാണോ മാനോ ഒന്നും ഇല്ല. എന്ന് വെച്ച് എല്ലാം കൂടെ നെഞ്ചത്തോട്ട് കയറ്റുമ്പോൾ ഈ കയറ്റുന്നത് അത്ര നല്ല പിള്ളകളാണെന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഒരു ലോകം ഒരു ഫ്രോഡിനാണ് അന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടെ. വിബി എന്ന് പറഞ്ഞ അവനെ ലോകം ഒരു ഫ്രോഡാണ്. അവനൊക്കെ വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഒരു നാണോ മാനമില്ലെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പിന്നെ കൂടുതലായിട്ട് ഇവരുടെ കോണ്ടന്റ് എടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ ശ്രമിക്കുന്നത്. ഞാനിപ്പം ഇടയ്ക്കൊക്കെ ഇട്ടുപോയി ആ രീതി നിൽക്കുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇപ്പോൾ തന്നെ എൻ്റെ രേണുവിൻ്റെ ഇടുന്ന കോണ്ടന്റ് എൻ്റെ സെക്കൻഡ് ചാനൽ ഇടുന്നത് ഞാനിപ്പോൾ 5-6 ദിവസമായി തോന്നിട്ടിട്ട്. ഇത് നമുക്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ.